ശ്രദ്ധയില്ലാത്ത ഒരുത്തിയോട് എന്ത് കോംപ്ലക്സ് തോന്നാനാടി എനിക്ക്? പ്രൊഫഷണലല്ല, നിന്റെ മകൾക്ക് മറ്റു പല കാര്യങ്ങളിലും ശ്രദ്ധ. അതെങ്ങനാ? അമ്മയുടെ ലാളനല്ലേ വളരുന്നത്. വേണ്ട, എന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കണ്ട. പിന്നെ ഇങ്ങനെ ലാളിച്ചൊരുത്തിനെ വളർത്തുന്നുണ്ടല്ലോ, അവൻ ഡീസന്റ് ആണല്ലോ. ഇത് അസൂയ തന്നെയാടി. അവനെ ഡോക്ടറാക്കാൻ പറ്റാതെ പോയതിലുള്ള അസൂയ. ആ ദേ, നീ വിഷമിക്കണ്ട. നമ്മുടെ എബ്രഹാം അങ്കിളിനോട് പറഞ്ഞ് നല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്യാം. ഇയാളുടെ നക്കാപ്പിച്ച ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാൾ നല്ലത് വല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകുന്നതാ. അതാവുമ്പോ 4 പേരോട് പറയാനൊരു അന്തസ്സുണ്ട്. മമ്മി ഒന്ന് ചുമ്മാ മണ്ടത്തരം പറയാതിരിക്കേ. അല്ലെങ്കിൽ തന്നെ ഇന്നൊരുത്തെ കെട്ടിയെടുക്കുന്ന ടെൻഷനില്ല ഞാൻ. അതിന്റെ കൂടെ ഇനി ഞാനൂടെ അവിടുന്ന് ഒഴിഞ്ഞു കൊടുത്താ അടുത്ത MD ചെയറിൽ ഇരിക്കാൻ പോകുന്നത് അവളായിരിക്കും. എന്താ ഇനി അതും കൂടെ ഞാൻ കാണണോ? മടുത്തു എനിക്ക്. ശരി, ഗുഡ് മോർണിംഗ് ഡാഡി. മോർണിംഗ്. ദീപു, ഇന്നലെ രാത്രി നീ ഇവിടെ ഇല്ലായിരുന്നു? ഇന്നലെ മാത്രമല്ല, ഈയിടെ പല രാത്രികളിലും ഞാൻ ഇവിടെ എത്താറില്ല. അതൊക്കെ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. റീസൺ എന്താന്ന് ചോദിക്കാൻ നിന്നെ സൗകര്യത്തിനൊന്നും ഒത്തു കിട്ടാറില്ലല്ലോ. എന്താ രാത്രിയിൽ വീട്ടിൽ വരുന്ന ശീലവും ഒഴിവാക്കി തുടങ്ങിയോ നീ? വേണോന്ന് വെച്ച് ഒഴിവാക്കുന്നൊന്നും അല്ല ഡാഡി, എത്താൻ പറ്റണ്ടേ. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് ഇപ്പൊ പഴയതുപോലെ ഒന്നും അല്ല ശിക്ഷ. പിടിച്ചാലേ 20,000 30,000 ഒക്കെയാ ഫൈൻ. വെറുതെ എന്തിനാ ഡാഡിയുടെ കാശ് കളയുന്നതെന്ന് ഓർത്തപ്പോഴേ കൂടുന്നിടത്ത് അങ്ങ് ചുരുളും. ഇന്നലെ നമ്മുടെ ഫിറോസിന്റെ അപ്പാർട്ട്മെന്റിലായിരുന്നു. അവൻ കാലിഫോർണിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഡാഡിക്ക് അറിയാം അവനെ. എന്റെ ബാച്ച്മേറ്റ് ആയിരുന്ന ഡോക്ടർ ഫിറോസ്, നമ്മുടെ പള്ളിപ്പുറത്തെ ആസാദ് ഹാജിയുടെ മകൻ ഡോക്ടർ ഫിറോസ് ആസാദ്. അവനിപ്പോ അവിടുത്തെ വലിയ ഓങ്കോളജിസ്റ്റാ. അവന്റെ ഡിവോഴ്സ് പാർട്ടിയായിരുന്നു ഇന്നലെ. പാപ്പച്ചി അവന് വേണ്ടി കണ്ടുപിടിച്ച ആ ഗുജറാത്തി ബീവിയെ അവനങ്ങ് തലാക്ക് ചൊല്ലി. അവളും അവളുടെ വീട്ടുകാരൊന്നും ശരിയല്ല ഡാഡി. പാവം, അവൻ രക്ഷപ്പെട്ടു. ആ സന്തോഷത്തിലെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ അങ്ങ് കൂടി. ഡോണ്ട് യു ഫീൽ റിഗ്രറ്റ്? മോന്റെ കൂടെ പഠിച്ചവരൊക്കെ ഹൈസിലെത്തി, നീ മാത്രം ഇങ്ങനെ കഷ്ടം. കൂടെ പഠിച്ചവരിൽ മരിച്ചുപോയവരുണ്ട്. സ്വപ്നം കണ്ട കരിയറും ജീവിതവും ഒന്നും കിട്ടില്ലെന്ന് ഉറപ്പായപ്പോ നിരാശയോടെ ആത്മഹത്യ ചെയ്തവരുണ്ട്. അതെന്താ ഡാഡി മെൻഷൻ ചെയ്യാത്തെ? ഓ, ഇല്ലെങ്കിലും നിങ്ങൾ ഡോക്ടേഴ്സ് എപ്പോഴും വിജയങ്ങൾ മാത്രമല്ലേ ഹൈലൈറ്റ് ചെയ്യാറുള്ളൂ. സർജറി വിജയിച്ച അത് ഡോക്ടറുടെ മിടുക്ക്, പരാജയപ്പെട്ട അത് പേഷ്യന്റിന്റെ ബാഡ് ലക്ക്. ചത്തവനും രക്ഷപ്പെട്ടവനും കൗണ്ടറിൽ കാശടച്ചിട്ടേ പുറത്ത് പോവാന്നാണല്ലോ ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. ദീപു, അയ്യോ, ഞാൻ ഡാഡിയെ ഇൻസൾട്ട് ചെയ്തല്ല. ഐ നോ യു ആർ ജെനുവിൻ. ഇന്നലത്തെ കള്ള് സഭയിൽ ഡാഡി നേരത്തെ പറഞ്ഞ ഹൈറ്റ്സിൽ എത്തിയവന്മാരുടെ വായിന്ന് വീണ കമന്റ് ഞാനൊന്ന് കോട്ട് ചെയ്തേ ഉള്ളൂ. വിജയങ്ങളിലെത്തിയവരെ കാണാഞ്ഞിട്ടല്ല ഡാഡി, പരാജയപ്പെട്ട് സലാം പറഞ്ഞവരെ മറക്കാൻ പറ്റാത്തതാ എന്റെ പ്രശ്നം. മോനെ മോനെ നീ ഇപ്പോഴും അതൊക്കെ വേണ്ട ഡാഡി. അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വെറുതെ എന്തിനാ ഡാഡിയുടെ വിലപ്പെട്ട സമയം വേസ്റ്റ് ആക്കുന്നേ? പൊയ്ക്കോളൂ. ഐ നെവർ ഫീൽ റിഗ്രറ്റ്സ്.
എനിക്ക് ഒരു കുറ്റബോധവുമില്ല. എന്റെ ജീവിതം ഇങ്ങനെയായി പോയതിന് ഞാൻ മാത്രം തന്നെയാ ഉത്തരവാദി. ഐ ലവ് യു ഡാഡി, ലവ് യു. ചെന്ന് ഫ്രഷ് ആവും, എന്നിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കും. കള്ള് നടന്നിട്ട് തന്നെ. യു ഫുൾ. കള്ളു കുടിച്ചാ പിന്നെ ചന്ദനം മണക്കോ? ഓൾഡ് മാൻ. എത്തിയോ ഡാഡിയുടെ പുന്നാര മോൻ? എടാ നിനക്കെന്താടാ രാത്രി ഇങ്ങോട്ടുള്ള വഴി അറിയത്തില്ലേ? കള്ളും കുടിച്ച് 4 കാലം നടന്ന നാണം കെടുത്താനൊരു ജന്മം. നീ കാരണം ഒരിടത്തും തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ വയ്യാതായിട്ടുണ്ട്. അതെങ്ങനാ എല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഒരാളാ. മിനിങ്ങാന്ന് ഇവനെ അഡ്വക്കേറ്റ് എബ്രഹാമിനെ കള്ളും കുടിച്ച് നല്ല തെറിയാ വിളിച്ചത്, അതും അയാളുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച്. എന്നെ ഓർത്ത് മാത്രമാ എബ്രഹാം സാർ ഇഷ്യൂ ആക്കാതെ വിട്ടത്. എന്നെ ഇൻസൾട്ട് ചെയ്തേനാ ഞാൻ അയാളെ തെറി വിളിച്ചത്. ഡാഡി, മദ്യ ഗ്ലാസ് കയ്യിൽ വെച്ചോണ്ട് അയാൾ എന്നെ കുടി നിർത്താൻ ഉപദേശിക്കുന്നു. മമ്മിയുടെ ഫ്രണ്ട് ആണെന്നുള്ള സ്വാതന്ത്ര്യം കാണിക്കാൻ. അതൊക്കെ അയാളുടെ കയ്യിൽ വെച്ചേക്കാൻ പറയണം, എന്നെ ഉപദേശിക്കാൻ മാത്രം. ഏയ് ദീപു, നീ അകത്ത് പോ. പഠിപ്പിക്ക്, ഇങ്ങനെ തന്നെ പഠിപ്പിക്ക്. എബ്രഹാം സാറിനെ പോലെ എല്ലാവരും മാന്യമായി പെരുമാറണമെന്നൊന്നും ഇല്ല. ദേ ഈ പോക്ക് പോയാലേ മോന്റെ ദേഹത്ത് നാട്ടുകാർ കൈവച്ച് തുടങ്ങും. അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു, നിന്നെ ഓർത്ത് എന്തും ശ്രമിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ ചില കഥകളൊക്കെ ക്ലബിലെ ലൂസ് ടോക്സിൽ നാറുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അതെ, മക്കളൊക്കെ നമ്മളെക്കാൾ വളർന്നു ഒരു ബോധം ഉണ്ടാവുന്നത് നല്ലതാണ് നിനക്ക്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഗൗരി. തന്റെ സേവനം ദയ മെഡിക്കൽ സെന്ററിന് എന്നും അഭിമാനത്തിന് വക നൽകട്ടെ. താങ്ക് യു സർ. മോളെ, സാറിന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവണം. എന്നും എല്ലാ നന്മകളും ഗൗരിക്കുണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു. ടേക്ക് യുവർ സീറ്റ്. ഗൗരിയെ ഹോസ്പിറ്റലിന്റെ ഭാഗമാക്കാൻ പറ്റിയത് ഭാഗ്യമായി കരുതുകയാണ് ഞാൻ. ദയ മെഡിക്കൽ സെന്റർ എന്ന ഈ ഹോസ്പിറ്റൽ നാളെ അറിയപ്പെടാൻ പോകുന്നത് ഗൗരി എന്ന മിടുക്കിയ ഡോക്ടറുടെ പേരിലായിരിക്കും. എന്നും സാറിന്റെ പ്രിയപ്പെട്ട ശിഷ്യയായി അറിയപ്പെട്ടാ മതി എനിക്ക്. രാവിലെ സാറിന്റെ വീട്ടിൽ വന്ന് കാൽക്കൽ ദക്ഷിണ വെച്ച് തുടങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു. എവിടെയായാലും എന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും തനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ആ അറ്റ്മോസ്ഫിയറിൽ തനിക്കൊരിക്കലും സന്തോഷത്തോടു കൂടി ഒരു തുടക്കം കിട്ടില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ. ഇവിടെ ആകുമ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. 3 വർഷം മുമ്പ് തുടങ്ങിയതാണ് ഞാൻ ഈ ഹോസ്പിറ്റൽ. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാതായപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കുറഞ്ഞ കാലം കൊണ്ട് സാധാരണക്കാർക്കിടയിൽ ഒരു നല്ല പേരുണ്ടാക്കാൻ ദയ മെഡിക്കൽ സെന്ററിന് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. സ്വന്തം പ്രൊഫഷൻ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ എനിക്കറിയാം. അവർക്കിടയിൽ ഒരു മണ്ടൻ ഇമേജാണ് എനിക്കുള്ളതെന്ന് അറിയാം. പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. ഓരോ ഡോക്ടറും ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ആ വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന ഒന്നും എന്നിലോ എന്റെ സ്ഥാപനത്തിലോ ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. സാധാരണക്കാരാണ് ഈ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് എല്ലാവരും. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ബില്ലോ അനാവശ്യമായ ടെസ്റ്റിങ്ങോ ഒന്നും തന്നെ ഈ ഹോസ്പിറ്റലിന്റെ അജണ്ടയിലില്ല. എനിക്ക് മനസ്സിലാവും സർ. സാറിനെ പോലുള്ള ഒരാളുടെ അടുത്ത് നിന്ന് എന്റെ കരിയർ തുടങ്ങാൻ സാധിച്ചത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുക. ദയ മെഡിക്കൽ സെന്ററിന്റെ സൽപ്പേരിന് കളങ്കം സംഭവിക്കുന്ന ഒന്നും എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് തരുന്നു. That's fine. I trust you and wish you a good start. താങ്ക് യു സർ. ഐശ്വര്യമായി തുടങ്ങിക്കോളൂ. എല്ലാ നന്മകളും എന്റെ പ്രിയപ്പെട്ട ശിഷ്യയ്ക്ക് ഉണ്ടാവട്ടെ.
താങ്ക് യു സർ. ആ ഇത് മല്ലിക, ഇവിടുത്തെ ഹെഡ് നേഴ്സാണ്. ഹലോ. ആ മല്ലിക, ഗൗരിക്ക് ക്യാബിൻ കാണിച്ചു കൊടുക്കും. ശരി ഡോക്ടർ. ഗോഡ് ബ്ലസ്. താങ്ക് യു സർ. വരൂ. എവിടെയാ ക്യാബിൻ? സെക്കൻഡ് ഫ്ലോറിലാ. ഡോക്ടർ വരൂ. ഞാൻ ശില്പയുടെ ഡാഡിയെ ഇന്നലെ വിളിച്ചിരുന്നു, പക്ഷേ പുള്ളിക്കാരൻ ഫോൺ എടുത്തില്ല. ശില്പ സൂചിപ്പിച്ചായിരുന്നോ നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച്? ചെറുതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഡാഡി സമയമില്ലെന്ന് പറഞ്ഞ ഉഴപ്പും. നേരിട്ടാവുമ്പോ അങ്ങനെ ഒരു അപകടം ഒഴിവായി കിട്ടുമല്ലോ. എനിക്ക് ഇന്ന് തന്നെ പോണം. അതിനു മുമ്പ് ഒരു കൺഫർമേഷൻ കിട്ടിയാൽ കൊള്ളായിരുന്നു. നോ പ്രോബ്ലം. ഡാഡി ഇംപ്രസ്ഡ് ആവുന്ന തന്നെയാ എന്റെ വിശ്വാസം. ആ. വരൂ. ശരി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. ഇത് അവളല്ലേ ഗൗരി? അതെ ഡോക്ടർ. ദേവൻ ഡോക്ടറെ കണ്ട് അനുഗ്രഹം വാങ്ങി ജോയിൻ ചെയ്യാൻ പോവുക. എക്സ്ക്യൂസ് മീ. MD-യുടെ മകളാ ഡോക്ടർ ശില്പ. ഹലോ. എന്താ ഡോക്ടറെ, MD മാത്രം മൈൻഡ് ഉള്ളോ? നമ്മളെയൊന്നും കണ്ണി പിടിക്കില്ലായിരിക്കും. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല, ഓ. അതുകൊണ്ടാ. നമ്മളൊക്കെ ശ്രദ്ധയിൽപ്പെടാനും മാത്രം ഒന്നും ഇല്ലല്ലോ. മോളിന്നുള്ള റെക്കമെൻഡേഷൻ ആവുമ്പോ പിന്നെ ആരെയും ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രശ്നമില്ലാന്നറിയാം. ചെല്ല് ചെല്ല്. ഏതായാലും സംഭവബഹുലമായൊരു തുടക്കം ആശംസിക്കുന്നു ഡോക്ടർ ഗൗരിക്ക്. താങ്ക് യു. കമോൺ നരേഷ്. ഡോക്ടർ ഇതൊന്നും കാര്യമാക്കണ്ട. ശില്പ ഒരു പ്രത്യേക ടൈപ്പാ. ദേവസാറിന്റെ മനുഷ്യത്വം സ്നേഹമൊന്നും അതിനില്ലെന്നേ. ഡോക്ടർ വാ. ഡാഡി, ഇത് നന്ദകുമാർ. NK അസോസിയേറ്റ്സ് എന്ന ബിസിനസ് കൺസൾട്ടൻസി നന്ദന്റേതാ. ഹലോ സർ. ഹായ് നന്ദൻ. സ്ട്രേറ്റ് നമുക്ക് മാറ്ററിലേക്ക് വരാം. എന്താണ് ഈ വിസിറ്റിന്റെ ഉദ്ദേശം? സാറിനോട് ഒരു പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെന്നുണ്ട്. ആക്ച്വലി ഇങ്ങനൊരു പ്രോജക്റ്റിന്റെ കോൺസെപ്റ്റ് ഡോക്ടർ ശില്പയുടേതാണ്. ഞാനതൊന്ന് ഡെവലപ്പ് ചെയ്തേ ഉള്ളൂ. പക്ഷെ നന്ദൻ അത് വർക്ക്ഔട്ട് ചെയ്ത് വന്നപ്പോ ഒരു ഗംഭീര പ്രോജക്റ്റായി മാറി എന്നുള്ളതാ സത്യം ഡാഡി. സോറി മിസ്റ്റർ നന്ദൻ, നിങ്ങളുടെ പറച്ചിലിന്ന് ഈ വിഷയം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കേണ്ടതാണെന്ന് തോന്നുന്നു. നൗ കൺസൾട്ടിങ്ങിന്റെ സമയമായി. OP-യിൽ നിന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. സോ മീറ്റിംഗ് നമുക്ക് മറ്റൊരവസരത്തിലാക്കിയാലോ? അയ്യോ, അത് പറ്റില്ല ഡാഡി. നന്ദിനി ഇന്ന് ഉച്ചയ്ക്ക് മുംബൈക്ക് പോവാ. അത് കഴിഞ്ഞാ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് സ്ഥലത്തുണ്ടാവും. അതാ ഞാൻ കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നേ. സാർ ഒരു 5 മിനിറ്റ് ഞാൻ ബ്രീഫ് ചെയ്യാം. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എൻ്റെ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് പ്രൊസീഡ് ചെയ്യാം. എന്നാ പിന്നെ പെട്ടെന്നായിക്കോട്ടെ. ദയ മെഡിക്കൽ സെന്ററിന് ഇപ്പോഴുള്ള ഗുഡ്വിൽ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് ഈ പ്രോജക്റ്റിന്റെ ബേസ്. ഹോസ്പിറ്റലിന്റെ ഗുഡ്വിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ? സോറി, എനിക്ക് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല. സർ, അതായത് ട്രീറ്റ്മെന്റ് നന്നായതുകൊണ്ട് മാത്രം ഒരു ഹോസ്പിറ്റലിൽ പോപ്പുലർ ആവണമെന്നില്ല. ഇന്നത്തെ പല ഹോസ്പിറ്റൽസും ജനശ്രദ്ധ ആകർഷിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ. ബെറ്റർ ട്രീറ്റ്മെന്റ് ആൻഡ് ബെറ്റർ ഫെസിലിറ്റീസ്, അതോടൊപ്പം നല്ല പബ്ലിസിറ്റി, മാർക്കറ്റിംഗും. ഇതൊക്കെയാണ് സാർ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. കൊള്ളാം, ഇപ്പോഴത്തെ ട്രെൻഡ്. ആ പ്രയോഗം എനിക്ക് ഇഷ്ടമായി. അല്ല, ഈ പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് ബെറ്റർ ട്രീറ്റ്മെന്റ്, അത് ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലേ? ഡാഡി, ഇതങ്ങനെ സില്ലിയായിട്ട് കാണരുത്. നമ്മുടെ ഈ ഹോസ്പിറ്റൽ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 മെഡിക്കൽ സെന്റർ ആക്കി ഉയർത്താനുള്ള ഒരു പ്രോജക്റ്റാ നന്ദന്റേത്. ഡാഡി ഒന്ന് കേട്ടു നോക്ക്. സർ, സിറ്റിയിൽ ഇത്രയും സ്ഥലമുള്ള ഒരു ഹോസ്പിറ്റൽ വേറെ ഇല്ല. അതുതന്നെയാണ് നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ആ സ്ഥലം ഉപയോഗപ്പെടുത്തി ദയ മെഡിക്കൽ സെന്ററിനെ നമുക്ക് 2 സെക്ഷനാക്കി മാറ്റാൻ കഴിയും. ദാറ്റ്സ് എ വണ്ടർഫുൾ ഐഡിയ. നന്ദൻ പറഞ്ഞപ്പോഴാ ഞാൻ അതിനെക്കുറിച്ചുള്ള സാധ്യതയെ പറ്റി ആലോചിച്ചത് തന്നെ. ദയ മെഡിക്കൽ സിറ്റി എന്ന പേരിൽ അലോപ്പതിക്കും ആയുർവേദത്തിനും സെപ്പറേറ്റ് ബ്ലോക്കുകൾ, അതോടൊപ്പം തന്നെ യോഗ സെന്ററുകൾ, ഹെർബൽ മസാജ് പാർലറുകൾ, കഫത്തേരിയ, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വമ്പൻ സെറ്റപ്പ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾക്കിടയിൽ ദയയെ വെല്ലാൻ പിന്നെ ഒരു ഹോസ്പിറ്റലിന് ആവില്ല ഡാഡി. എങ്ങനെയുണ്ട്? കൊള്ളാം, ഐഡിയ ഒട്ടും മോശമല്ല. നന്ദന്റെ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഹോസ്പിറ്റൽ എന്നുള്ള പേര് മാറ്റി വല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോട്ടൽസ് എന്നാക്കണമെന്ന് മാത്രം. എന്താ സർ, സാറിന് ഇത് ഇഷ്ടമായില്ലെന്നുണ്ടോ? പറഞ്ഞല്ലോ മിസ്റ്റർ, പ്രോജക്റ്റിനോട് എനിക്ക് യാതൊരു താല്പര്യക്കുറവില്ല. നന്ദന്റെ മിടുക്ക് ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ബിസിനസ്സുകാരായ ഡോക്ടേഴ്സ് ഈ സിറ്റി തന്നെ ഉണ്ടാവും. പക്ഷേ നന്ദൻ, സോറി ടു സേ, കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തന്റെ ഡ്രീം വർക്കിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല.
ഡാഡി മണ്ടത്തരം പറയാതെ. ഫണ്ടാണ് ഡാഡിയുടെ പ്രശ്നമെന്ന് എനിക്കറിയാം. നന്ദന്റെ കയ്യിൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. ചെന്നൈയിലുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പിന് നമ്മുടെ ഈ പ്രോജക്റ്റിൽ താല്പര്യമുണ്ട് സാർ. ലാൻഡും ഹോസ്പിറ്റലും ഈ ഗുഡ് വില്ലും അല്ലാതെ സാറ് മറ്റൊന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട. സാറിന് ദയയുടെ ഗവേണിംഗ് ബോർഡിൽ വൈസ് ചെയർമാൻ്റെ സ്ഥാനവും ഉണ്ടാവും. ബാക്കിയെല്ലാം അവർ മാനേജ് ചെയ്തോളും. ഡാഡി പ്ലീസ്, എല്ലാം കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന് ഇത് ഗുണമേ ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ആ ഉറപ്പ് എനിക്കില്ലെങ്കിലോ? ശ്രീനന്ദൻ, ദയയെ ഒരു ബിസിനസ് ഗ്രൂപ്പിനും പണയം വെക്കാൻ എനിക്ക് താല്പര്യമില്ല. കാശുണ്ടാക്കാനല്ല ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്. ഇങ്ങനൊരു സ്ഥാപനം നടത്തുന്നതിന് പിന്നിൽ എനിക്ക് എൻ്റെതായ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. സാധാരണക്കാരന് ധൈര്യത്തോടെ കടന്നു വരാവുന്ന, അവന് നല്ല ചികിത്സയും പരിചരണവും താങ്ങാനാവുന്ന ചിലവിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണിത്. അങ്ങനെ ഉണ്ടാക്കിയ സൽപ്പേര് ഒരു മെഡിക്കൽ കോർപ്പറേറ്റിന് മുന്നിലും അടിയറ വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. ഡാഡിയുടെ ഇത് പഴഞ്ചു കാഴ്ചപ്പാടാ. നാട് നീള കുമിള് പോലെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മുളയ്ക്കുമ്പോ എത്ര നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയാലും ആൾക്കാർ ഇവിടേക്ക് വരില്ല. ഇപ്പൊ തന്നെ കിട്ടുന്ന കാശ് ഡോക്ടേഴ്സിന്റെ ശമ്പളത്തിന് പോലും തികയുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഡാഡിക്കൊന്ന് മാറി ചിന്തിച്ചുകൂടാ? പ്ലീസ് ഡാഡി. ശിൽപ, നീ നിന്റെ ഡ്യൂട്ടി റൗണ്ട്സിൽ നിന്ന് നീയല്ല ജീവൻ അസ്റ്റ് ചെയ്യുന്നത്. ഗോ ആൻഡ് ജോയിൻ ഹിം. ഹോസ്പിറ്റൽ എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന് എനിക്കറിയാം. സോറി ടു ട്രബിൾ യു നന്ദൻ. എനിക്ക് OP തുടങ്ങാൻ സമയമായി. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓക്കെ സാർ, യു ക്യാരി ഓൺ. താങ്ക് യു. ശരി ശില്പ. ഇതൊരു വല്ലാത്ത ഇൻസൾട്ട് ആയിപ്പോയി ഡാഡി. അറ്റ്ലീസ്റ്റ് നന്ദനെ ഇൻട്രോഡ്യൂസ് ചെയ്ത് ഞാനാണ്. നീ ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അയാളോട് ഞാൻ ഇത്രയെങ്കിലും മര്യാദയോട് പെരുമാറിയത്. എന്നോട് ചോദിക്കാതെ എന്റെ സ്ഥാപനം കച്ചവടം നടത്തുന്നതിനെ പറ്റി കണ്ടോമാരോട് സംസാരിക്കാൻ അയാൾക്കാർ അധികാരം കൊടുത്തേ. ഇനി മേലാൽ ഇതുപോലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി പദ്ധതികളുമായി ഒറ്റ ഒരുത്തിനെ എന്റെ മുന്നിൽ എഴുന്നള്ളിച്ചേക്കരുത്. നിക്കേ. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐഡിയ നിന്റെ തലയിൽ വിരിഞ്ഞല്ലെന്ന് എനിക്കറിയാം. നിന്റെ മമ്മിയുടെ വാക്ക് കേട്ട് ഞാൻ അറിയാതെ ഇതുപോലെ മിടുക്കാട്ടൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഇനിയും ഇതുപോലെ നാണം കെടാൻ ആടി നിന്റെ യോഗം. മനസ്സിലായോ? പൊയ്ക്കോ. ഓരോ മരണങ്ങള്. അപ്പോ നമുക്ക് തുടങ്ങാം. ശരി. ടോക്കൺ നമ്പർ 1. ഇരിക്കൂ. എന്താ അങ്കിളുടെ പേര്? പവിത്രൻ, 59 വയസ്സ്. നിന്റെ തന്ത ചാവുന്നതിന്റെ തലേന്ന് കാശ് ചോദിച്ച് ഞാൻ അവന്റെ ബാങ്കിൽ പോയിരുന്നു. അപ്പൊ അവൻ നിന്റെ തള്ള ഇറക്കി എനിക്കൊരു വാക്ക് തന്നിരുന്നു. പിറ്റേന്ന് നേരം വെളുക്കുമ്പോ എന്റെ 20 ലക്ഷവും പലിശയും പുഴുങ്ങി ഇലയെ വെച്ച് തരാമെന്ന്. അത് നമ്പിപ്പോയ ഞാനേ പിറ്റേന്ന് കാണുന്നത് രണ്ടും കൂടി ചത്ത് മലന്ന് കിടക്കുന്നതാ. അങ്ങനെ എന്റെ 20 ലക്ഷം സ്വാഹ. എന്താ അങ്കിളിന്റെ അസുഖം? എന്താ, എന്നെ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? നീ അല്ല ഡോക്ടർ, നമ്മുടെ മേനോന്റെ മോളല്ലേ? അതെ, ലോട്ടറി വിറ്റും തട്ടുകട നടത്തിയും ജീവിച്ചിരുന്ന അതേ ഗൗരി തന്നെയാ ഇപ്പൊ അങ്കിളുടെ മുമ്പിലിരിക്കുന്നത്. ഞങ്ങളതാ പോവാ. അല്ല, ഇതെന്തു പറ്റി? അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂന്ന് പറഞ്ഞിട്ട് പെട്ടെന്നെന്താ ഇങ്ങനെ? പഴയ കഥയൊക്കെ ഓർത്താണ് അങ്കിള് പോകുന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഞാൻ ആ പകയും വിദ്വേഷവും ഒക്കെ എന്നേ മറന്നു കഴിഞ്ഞു. അതുകൊണ്ടല്ലേ അങ്കിൾ ഇപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ തന്നെ നോക്കിയാൽ മതിയെന്നുണ്ടെങ്കിൽ അങ്കിള് ധൈര്യമായിട്ട് പറഞ്ഞു. എന്താ പ്രോബ്ലം? ഒരു 4-5 മാസമായി കാണും. ചേട്ടന് ഭയങ്കര തൊണ്ടവേദന. ചുറ്റുവട്ടത്തുള്ള ഒരുവിധ ആശുപത്രികളിലെല്ലാം ഞങ്ങൾ കാണിച്ചു.
എന്നിട്ട് കുറഞ്ഞില്ലേ? കുറവുണ്ടോന്ന് ചോദിച്ചാ അവര് മാറി മാറി തരുന്ന മരുന്ന് കഴിക്കുമ്പം ഏതാണ്ടൊക്കെ ഒരു ആശ്വാസമുണ്ട്. കൂടിപ്പോയ ഒരു ദിവസം, അത് കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തേലും പിന്നെ കൂടുതലായിട്ടങ്ങ് തുടങ്ങും. മുമ്പ് കാണിച്ച ഹോസ്പിറ്റലിലെ റെക്കോർഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ദാ എല്ലാം ഇതിലുണ്ട്. ആ വായം തുറക്കൂ. നാക്കൊന്ന് നീട്ടി. ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ അങ്കിൾ. അതിന് മാത്രം ഒരു കുറവും വന്നിട്ടില്ല ഡോക്ടറെ. ചെല്ലുന്നിടത്തൊക്കെ കണ്ണി കണ്ട ടെസ്റ്റുകളാ പറയുന്നത്. വീട്ടിലാണെങ്കിൽ ഇപ്പൊ പഴയതുപോലുള്ള അവസ്ഥയും അല്ല.